എടോ ഇനി വന്നേടോ. എന്താ ഡോക്ടറെ? എടോ മന്ത്രി വരുമ്പോ ഞാൻ എന്ത് സമാധാനം പറയടോ? എടോ മൂർത്തിയുടെ ഉദ്ഘാടനം ചെയ്യേണ്ടതല്ലേ ഇന്ന്? മൂർത്തിയുടെ ഉദ്ഘാടനത്തിന് ശവം വേണ്ടേ? ശവം വേണം. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനം ചെയ്യാണ്. അവിടെ തുണിയില്ലാതെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? പറ്റും. ആർക്ക് പറ്റും? സണ്ണി ലിയോണ് പറ്റും. ഒറ്റ കീറിയാൻ പറ്റും. ഇവിടെ ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് സ്വർണം വേണ്ടേ കടയില്? വേണം. അതുപോലെ മുഹൂർത്തയുടെ ഉദ്ഘാടനത്തിന് വരുമ്പോ ഒരു ശവം വേണ്ടേ? ഡോക്ടർ ഒന്നും പേടിക്കണ്ട. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? നമ്മുടെ എന്റെ നാട്ടില് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ഒരു പെങ്കൊച്ചുണ്ട്. അവള് 1-2 ഷോർട്ട് ഫിലിം 2 സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഒരു ശവമായിട്ട് വന്ന് കിടക്കണമെന്നൊക്കെ നമ്മൾ ആ ഒരു രീതി പറയുന്നത്. ഡോക്ടർ അവളുടെ ഭർത്താവിന് ചായ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മതി. ചായ കുടിക്കാന്ന് പറയുമ്പോ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഒരു 5000 രൂപ കൊടുക്കേണ്ടി വരും. 5000 രൂപയുടെ ചായയോ? അവന് ടാങ്കറിലാണോ ചായ കൊണ്ടിരുന്നത്? താല്പര്യമില്ല ഞാൻ അവരെ പറഞ്ഞെന്ന് പറയാം. എടോ എനിക്കിതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഈ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ മന്ത്രി ഇതറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവത്തില്ലേ? ഡോക്ടർ വേറെ ഒന്നുമില്ല. ആ കൊച്ചു ഇവിടെ കിടക്കുന്നു, മന്ത്രി വന്ന് നോക്കുന്നു, പോകുന്നു, അവരൊക്കെ കാശ് കൊടുത്ത് വിടുന്നു. നന്നായിട്ട് അഭിനയിക്കുന്നു. കിടിലായിട്ട് അഭിനയിക്കും. എന്നാ വിളിക്കവരെ.